20-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ക്രൈസ്തവ സഭയിൽ വികസിച്ചു വന്ന ആലോചനകളിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് മാർക്സിസം ഉന്നയിച്ചതാണ്. നമ്മുടെ മാർപ്പാപ്പ പറഞ്ഞൊരു വാക്യമുണ്ടല്ലോ, ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥാനമേറ്റതിന് ശേഷം അദ്ദേഹം പുറപ്പെടുവിച്ച അപ്പോസ്തലിക ഉദ്ബോധനത്തിൽ ഒരിടത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്യം, കയറി കിടക്കാൻ വീടില്ലാത്തത് കൊണ്ട് ഒരാൾ തെരുവിൽ കിടന്നു മരിക്കുന്നത് വാർത്തയല്ലാതായി തീരുകയും ഓഹരി കമ്പോളത്തിൽ 10 പോയിന്റ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് വാർത്തയായി തീരുകയും ചെയ്യുന്നതിനേക്കാൾ വലിയ ഹിംസ മറ്റെന്താണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. തുടർന്ന് അദ്ദേഹം പറയുന്നുണ്ട്, കൊല്ലരുത് എന്ന് വ്യക്തികളോടും ലോകത്തോടും മാത്രമല്ല വ്യവസ്ഥയോടും പറയണം. ഈ വാക്യത്തിൻ്റെ പിന്നിലെ പ്രേരണ സംശയരഹിതമായിട്ടും മാർക്സിസത്തിൻ്റെതാണ്. കാരണം മാർക്സിസമാണ് വ്യവസ്ഥാപരമായ ചൂഷണങ്ങളെക്കുറിച്ചുള്ള വലിയ ഉൾക്കാഴ്ചകൾ നൽകിയത്. അത് ഏറ്റെടുക്കുകയും വികസിപ്പിക്കുകയും അതിൻ്റെ ഭിന്നരൂപങ്ങളിൽ നിന്നുണ്ടാക്കുകയും ചെയ്യുന്നത് മാർക്സിസ്റ്റുകൾ തന്നെ ആവണമെന്നൊന്നുമില്ല. പക്ഷേ മാർക്സിസത്തിൻ്റെ ഈ സ്വാധീനം, അതിൽ ചിലരുടെ പേരുകളാണ് ഞാൻ പറഞ്ഞത്, എത്രയും പേരുകൾ പറയാം. അതിൽ മാർക്സിസ്റ്റ് വിരുദ്ധർ പോലും ഉണ്ടാകാം കേട്ടോ. മാർക്സിസ്റ്റ് വിരുദ്ധർ എന്ന് ഞാൻ പറയുന്നത് മാർക്സിസത്തിൻ്റെ പ്രായോഗികമായ രാഷ്ട്രീയ പ്രയോഗങ്ങളോട് എതിരിട്ട് നിൽക്കുന്നവരിൽ പോലും വാസ്തവത്തിൽ മാർക്സിസത്തിൻ്റെ ഈ ചിന്താ പാരമ്പര്യം, ഇപ്പം മിഷേൽ ഫൂക്കോയെ പോലൊരാൾ ഉത്തരാധുനികത എന്നൊക്കെ വിളിക്കപ്പെട്ട ആധുനികതയോടുള്ള വിമർശന വിചാരങ്ങളുടെ പ്രാരംഭങ്ങളായി പരിഗണിക്കുന്ന ഒന്ന് മാർക്സിൻ്റെ ചിന്ത കൂടിയാണ്. ഫ്രോയിഡിനെ പോലെയും നീഷയെപ്പോലെയും മാർക്സിൻ്റെ ചിന്ത കൂടി അദ്ദേഹം അതിൻ്റെ പ്രാരംഭ സ്ഥാനങ്ങളിൽ ഒന്നായി പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കാലത്തോട് സംവദിക്കാൻ കെൽപ്പുള്ള അതിൻ്റെ ഭിന്നപ്രകാരങ്ങളോട്, നരവംശാസ്ത്രമാകട്ടെ, സൗന്ദര്യശാസ്ത്രമാകട്ടെ, ഭാഷാവിചാരമാകട്ടെ, ദൈവശാസ്ത്രമാകട്ടെ, സാമ്പത്തിക ശാസ്ത്രം മുതൽ തത്വവിചാരം വരെയുള്ള വിഷയങ്ങളാകട്ടെ, ശാസ്ത്രത്തിൻ്റെ ചരിത്രമാകട്ടെ, ഇതിലൊക്കെ മാർക്സിസം അതിപ്രബലമായ സ്വാധീനമായി ഇപ്പോഴും തുടരുന്നുണ്ട്. മാർക്സിസം മരിച്ചു എന്ന് ശത്രുക്കളൊക്കെ പറയുന്ന കഴിഞ്ഞ കാൽനൂറ്റാണ്ടിനിടയിലും വാസ്തവത്തിൽ ഈ വിഷയത്തിൽ എത്രയോ വലിയ ആലോചനകൾ വികസിച്ചു വരികയും ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും തുടരുന്നുമുണ്ട്. അതുകൊണ്ട് മാർക്സിസത്തിൻ്റെ സമകാലികത എന്നുള്ളത് ഈ പല പ്രകാരങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇവിടെ നമുക്കുണ്ടാകേണ്ട ഒരു കരുതൽ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അത് എറിക് ഹോബ്സോം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ ഒരിടത്ത് അവസാന കാലത്ത് മരണത്തിന് മുമ്പ് അദ്ദേഹം എഴുതിയ പ്രബന്ധങ്ങളിൽ, പുസ്തകമായിട്ട് വന്ന പ്രബന്ധങ്ങളിൽ ഒരിടത്ത് അദ്ദേഹം മാർക്സിസ്റ്റ് ഹിസ്റ്ററി എന്ന ഒരു ലേഖനമുണ്ട്. ഗവേഷണ പ്രബന്ധം എന്നല്ല, ഒരു ലേഖനമാണ്. ആ ലേഖനത്തിൽ അദ്ദേഹം ഒരു വാക്യം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, മാർക്സിസ്റ്റ് ഹിസ്റ്ററി ഈസ് പ്ലൂരൽ ടുഡേ. എ സിംഗിൾ കറക്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് മാർക്സിസം ഈസ് നോട്ട് ദ ലെഗസി ദാറ്റ് മാർക്സ് ലെഫ്റ്റ് ഫോർ അസ് ആൻഡ് ദർ ഈസ് നത്തിങ് റോങ് ഇൻ ഇറ്റ്. 3 വാക്യങ്ങൾ അദ്ദേഹം എഴുതുന്നു. മാർക്സിസ്റ്റ് ചരിത്രം എന്ന് പറയുന്നത് ബഹുസ്വരമാണ്, ബഹുവിധമാണ്. ചരിത്രത്തിൻ്റെ ശരിയായ ഒരേ ഒരു വ്യാഖ്യാനം എന്നത് മാർക്സ് നമുക്കായി അവശേഷിപ്പിച്ചു പോയ ഒരു പാരമ്പര്യം അല്ല. അതിൽ തെറ്റായി യാതൊന്നുമില്ല. ഈ വാക്യം മനസ്സിൽ വയ്ക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അതായത് മാർക്സിസം എന്നത് ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ദൈവകൽപ്പന പോലെ ഭൂതകാലത്തിൽ നിന്ന് തുടങ്ങി നമ്മുടെ കാലത്തേക്ക് മാറ്റമേതുമില്ലാതെ എത്തിക്കൊണ്ടിരിക്കുന്ന പ്രവണതയൊന്നുമല്ല. അതിനുള്ളിൽ ധാരാളം അവാന്തരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവ പലതും തമ്മിൽ ചേരുന്നുണ്ട്. ചിലവയൊക്കെ തമ്മിൽ ഏറ്റുമുട്ടുകയും സംവദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ സംവാദങ്ങളുടെയും ബഹുസ്വരമായ വ്യാപനത്തിൻ്റെയും ഫലം കൂടി ആയിട്ടാണ് വാസ്തവത്തിൽ മാർക്സിസം സജീവമായിട്ട് നിലനിൽക്കുന്നത്. ഇപ്പം മാർക്സിസം ഭാഷാ ചിന്തയ്ക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയാവുന്ന വി.എൻ. വോളോഷിനോവിൻ്റെ മാർക്സിസം ആൻഡ് ദ ഫിലോസഫി ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയ വോളോഷിനോവ് അദ്ദേഹം സോവിയറ്റ് യൂണിയൻ അക്കാലത്ത് നടന്ന ശുദ്ധീകരണ പ്രക്രിയയിൽ ഉൾപ്പെട്ടുപോയ ആളാണ്, അതുവഴി വധിക്കപ്പെട്ട ആളാണ് എന്ന് ചരിത്രം പൊതുവെ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ സംഘർഷങ്ങളൊക്കെ ഇതിനുള്ളിലുണ്ട്. ഔദ്യോഗികമായ വീക്ഷണഗതികളും സമാന്തര വീക്ഷണഗതികളും ഉണ്ടാകുന്നുണ്ട്. അവ തമ്മിൽ ഇടയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സമാന്തര വീക്ഷണഗതികൾക്കുള്ളിൽ തന്നെ ചിലപ്പോഴൊക്കെ സംഘർഷങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നാം മാർക്സിസത്തിൻ്റെ ചരിത്രത്തിൽ കേൾക്കുന്ന വലിയ 2 പേരുകളാണ് അൽത്യൂസറുടെയും അതുപോലെ ഇ.പി. തോംസൻ്റെയും. അൽത്യൂസറെ ഘടനാവാദ മാർക്സിസം എന്ന സങ്കല്പത്തെ ശക്തമായി ഉയർത്തിക്കൊണ്ടുവരികയും മാർക്സിനെ മാനവവാദപരമായി അവതരിപ്പിക്കുന്നതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർത്തുകയും അത് മാർക്സിസത്തിൽ നിന്നുള്ളൊരു വ്യതിയാനമാണ് എന്ന നിലയിൽ വാദിക്കുകയും ഒക്കെ ചെയ്ത ആളാണ്.
ഇ.പി. തോംസൺ ആകട്ടെ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ബ്രിട്ടീഷ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് ഹിസ്റ്റോറിയൻസ് ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട അംഗങ്ങളിൽ ഒരാളായി തീരുകയും വർഗസിദ്ധാന്തത്തിൻ്റെ നവീകരണത്തിന് സമകാലികവൽക്കരണത്തിന് ഉതകുന്ന ഏറ്റവും നിർണായക ഗ്രന്ഥങ്ങളിലൊന്നായ ദ മേക്കിംഗ് ഓഫ് ഇംഗ്ലീഷ് വർക്കിംഗ് ക്ലാസ് എന്ന അതിപ്രൗഢമായ ഗ്രന്ഥം എഴുതുകയും ഹോബ്സ്ബോമിനോടും ക്രിസ്റ്റഫർ ഹില്ലിനോടും ഒക്കെ ഒപ്പം 20-ാം നൂറ്റാണ്ടിലെ മാർക്സിസ്റ്റ് ചിന്തയെ വലിയ തോതിൽ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്ത ആളാണ്. ഇ.പി. തോംസൺ അൽത്യൂസറുമായിട്ട് ഏറ്റുമുട്ടിയിരുന്നു എന്ന് മാത്രമല്ല, അൽത്യൂസറുടെ സമീപനത്തിനെതിരെ പോവർട്ടി ഓഫ് തിയറി എന്ന പേരിൽ മാർക്സിൻ്റെ ശീർഷകത്തെ ഓർമ്മിപ്പിക്കുന്ന മട്ടിൽ, പോവർട്ടി ഓഫ് ഫിലോസഫി ഓർമ്മിപ്പിക്കുന്ന മട്ടിൽ അദ്ദേഹം പോവർട്ടി ഓഫ് തിയറി എന്നൊരു ഗ്രന്ഥം തന്നെ എഴുതുകയും ചെയ്തു. നിശ്ചയമായിട്ടും അൽത്യൂസർ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച്, ഇൻ്റർപെല്ലേഷനെക്കുറിച്ച്, അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ച്, പ്രത്യയശാസ്ത്രപരമായ ഭരണകൂട ഉപകരണങ്ങളെക്കുറിച്ച് ഉണ്ടാക്കിയ ഉൾക്കാഴ്ചകളൊക്കെ നമുക്ക് വളരെ വളരെ പ്രയോജനകരമാണ്, നമുക്ക് പുതിയ തിരിച്ചറിവുകളിലേക്ക് പോകാൻ സഹായകമാണ്. അത്ര തന്നെ പ്രധാനമാണ് വർഗരൂപീകരണത്തിൽ സാംസ്കാരിക ഘടകങ്ങൾക്കുള്ള പങ്കെന്താണ് എന്നും വർഗബന്ധങ്ങളും വർഗാനുഭവവും തമ്മിൽ എങ്ങനെ കൂടിക്കലർന്നിരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള തോംസന്റെ നിരീക്ഷണങ്ങളും. ഇ.പി. തോംസൺ മേക്കിംഗ് ഓഫ് ഇംഗ്ലീഷ് വർക്കിംഗ് ക്ലാസ്സിൽ സംസ്കാരം എന്ന ഘടകത്തെ വർഗബന്ധങ്ങളുടെയും വർഗാനുഭവങ്ങളുടെയും സ്വഭാവമായി എങ്ങനെ കൂട്ടിവിളക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ നിശ്ചയമായും നമ്മുടെ കാലത്തെ ജാതീയവും മതപരവും ഒക്കെയായ ഘടകങ്ങൾ എങ്ങനെയാണ് വർഗബന്ധങ്ങളിൽ പെട്ടുകിടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് സംസ്കാരത്തെ ഉപരിഘടനാപരമായ ഉപപ്രതിഭാസമായി കണ്ടിരുന്ന ഒരു ഘട്ടത്തിലെ ക്ലാസിക്കൽ ധാരണയിൽ നിന്ന് മാർക്സിസത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിലെ ഏറ്റവും വലിയ സ്രോതസ്സുകളിലൊന്ന് ഇ.പി. തോംസനാണ്. ഈ തോംസൺ അൽത്യൂസറിനെതിരാണ്. അൽത്യൂസർ ആകട്ടെ നമുക്ക് മാർക്സിസ്റ്റ് ചിന്തയുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സ്രോതസ്സുകളിൽ ഒന്നായി തുടരുകയും ചെയ്യുന്നു. ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള സംവാദങ്ങൾ, ഈ സംവാദങ്ങളും അതുണ്ടാക്കുന്ന ആശയ സംഘർഷങ്ങളും മാർക്സിസത്തിൻ്റെ ചരിത്രത്തിലുണ്ട്. അതിനെ മാർക്സിസ്റ്റ് വിരുദ്ധമായിട്ടോ മാർക്സിസത്തിന് പുറത്ത് നടക്കുന്ന കാര്യങ്ങളായിട്ടോ കാണാതിരിക്കാനുള്ള വിവേകം നമ്മളിപ്പോൾ ആർജിച്ചാൽ മാത്രമേ മാർക്സിസത്തിൻ്റെ സമകാലികത എന്നതിനെ നമുക്ക് അഭിസംബോധന ചെയ്യാൻ കഴിയൂ എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം.